നോബൽ പെരേര, താങ്കളല്ലേ ഒരു പ്രവചനമൊക്കെ നടത്തിയത്? ഇത്തവണ നടത്തിയോ പ്രവചനം? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാന്നിക്കാർ രക്ഷപ്പെട്ടു. അതെ, 4 ദിവസം മുമ്പ് ഞാൻ ഗുഡ് മോർണിംഗ് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് 31 1-ാം തീയതിയും കേരളത്തിൽ കനത്ത മഴയായിരിക്കുമെന്ന്. എന്നിട്ടാണ് സുപ്രഭാതം തന്നെ ഇട്ടത്. എനിക്ക് സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന വെച്ച് ചോദിച്ചാൽ, നിങ്ങൾ ചോദിച്ചു ഏത് സിസ്റ്റം ഫെയിലിയർ ആയി, ഞാൻ പറയുന്നത് എല്ലാ സിസ്റ്റംസും ഇവിടെ ഫെയിലിയർ ആണ്. കാലാവസ്ഥ പ്രവചനം അത് തന്നെയാണ് നമ്പർ 1. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ഇട്ടിട്ടുണ്ട്. ഇന്നലെയും 14 ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു. പക്ഷേ ഇന്നലെ പെയ്ത മഴയുടെ ഇത് സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഒരു ഓറഞ്ചിന്റെയോ യെല്ലോയുടെയോ കഷ്ണം പോലും വീണിട്ടില്ല. പക്ഷെ പെയ്യുന്ന സമയത്ത് ഓറഞ്ച് അലർട്ട് ഇടേണ്ട സമയത്ത് വീണിട്ടില്ല. സോ അത് ഫസ്റ്റ് ഫെയിലിയർ. പിന്നെ പറയുന്നത് നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ഇതും ഇമ്മീഡിയറ്റ് ആയിട്ട് തരുമെന്ന് പറയുന്നത് ഇല്ല. നമ്മുടെ അപ്ഡേഷൻ തന്നെ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമേ ഉള്ളൂ. പക്ഷെ ഫോറിൻ കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എവറി അവർ അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ സെക്കൻഡ് പോയിന്റ് മിസ്റ്റർ അഭിലാഷ് പറഞ്ഞതുപോലെ, നമ്മുടെ ഇവിടെ ഓരോ ജില്ലയ്ക്കാണ് നിങ്ങൾ കാലാവസ്ഥയുടെ അറിയിപ്പ് കൊടുക്കുന്നത്. അങ്ങനെയല്ല. കേരളം 38,863 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ സംസ്ഥാനത്തിൽ നിങ്ങളൊരു ജില്ലയിൽ ഇന്ന് ഇവിടെ മഴ പെയ്യും അങ്ങനെയല്ല പറയേണ്ടത്. ഓരോ പഞ്ചായത്തിലും നമുക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ കപ്പൽ ഓടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൂട്ടിൽ എന്തൊക്കെ വരുമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ എല്ലാ സാറ്റലൈറ്റ് പിക്ചറും വെച്ച് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ റൂട്ടിൽ മുന്നോട്ട് പോകണോ അതോ ഡൈവേർട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അത്ര കൃത്യമായിട്ട് ഇന്നത്തെ കാലത്ത് അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയുടെ സാറ്റലൈറ്റിൽ കിട്ടുന്ന പിക്ചർ കൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന കുറേ ഗൈഡൻസ് ഉണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മിസ്റ്റർ അഭിലാഷ് വിൽ നോ. സ്പോർട്സ് വെതർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവർ ലോകത്തിലുള്ള എല്ലാ സാറ്റലൈറ്റ് കമ്പനികളുടെ അടുത്ത് നിന്ന് സാറ്റലൈറ്റ് മേടിച്ചിട്ടാണ് ഞങ്ങൾ ഒരു മാർഗനിർദ്ദേശം നൽകുന്നത്. അതുപോലെ നമ്മൾ ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി കൊണ്ട് ചോദിക്കുക. അത് ഇന്ത്യൻ സാറ്റലൈറ്റിൽ നമുക്കിപ്പോൾ കിട്ടുന്ന കാലാവസ്ഥ അറിയിപ്പുകളും പ്രവചനങ്ങളും അത് പ്രൊഫഷണലും ശാസ്ത്രീയവും അല്ല എന്നാണോ താങ്കൾ? എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കിത് വിശ്വസിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു എണ്ണം മാത്രം, ഒരു സിസ്റ്റം മാത്രം നമ്മൾ ആശ്രയിച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നു? കാരണം നമ്മളിതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ എടുക്കും. ഇനി വേറെ ഒന്നും വേണ്ട. താങ്കളുടെ ചാനൽ മാത്രമല്ലല്ലോ ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഏഷ്യാനെറ്റ് കാണും, മനോരമ TV. ദ ബെസ്റ്റ് ഐ വിൽ ഡിസൈഡ്. ഐ ഷുഡ് ഹാവ് ആൻ ഓപ്ഷൻ. അതുപോലെ ഇന്ത്യൻ സാറ്റലൈറ്റും JMA ജപ്പാൻ മെട്രോളജിക്കൽ ഏജൻസിയുടെ സാറ്റലൈറ്റിന്റെ പിക്ചറും ഇതെല്ലാം നമ്മുടെ അഭിലാഷിന് കൊടുക്കണം. എന്നിട്ട് അഭിലാഷ് ഡിസൈഡ് ചെയ്യണം ഇത് കണ്ടിട്ട് ഏറ്റവും നല്ല കാലാവസ്ഥയുടെ പ്രവചനം അല്ലെങ്കിൽ പിക്ചർ ഏതാണ്, ഇതിങ്ങനെ വരും. ഇനി അടുത്തത് ഞാൻ പറയേണ്ടത്, നമ്മുടെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നവർ ആദ്യം നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലൊന്ന് നടക്കണം. ഞാൻ നടന്നതാ. എന്നിട്ടാണ് ഞാൻ ഈ കാലാവസ്ഥ പ്രവചനം നടത്തുന്നത്. ഉള്ള അട്ടകടി എല്ലാം മേടിച്ചു പിടിച്ചു. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ബിക്കോസ് എവിടെയൊക്കെ പോയി ഞാൻ കേരളത്തിന്റെ മുഴുവൻ വെസ്റ്റേൺ ഘട്ടും അവിടെ കാസർഗോഡ് തൊട്ട് കൊല്ലം വരെ നടന്ന വ്യക്തിയാണ്. എനിക്കറിയാം മലനിരകളിൽ ഏത് ക്ലൗഡാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലൗഡ് വന്ന് ഏത് മലയിൽ അടിച്ച് വീഴും. ഇപ്പം ഇവരെല്ലാം പറഞ്ഞത് ഈ ക്ലൗഡ് ബസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? താഴത്തുനിന്ന് കാറ്റ് ഒരു കുന്നിന്റെ സൈഡിൽ വെച്ച് ഇതിനെ പൊക്കി അവസാനം മുകളിൽ കാറ്റില്ലാതിരിക്കുമ്പോൾ വീഴും. പക്ഷെ അതിനൊരു കുന്ന് വേണ്ടേ? ആ കുന്ന് എവിടെയാണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൽ ഇരിക്കുന്നവർ പ്രവചിക്കുന്നവർക്കും അറിയണം. ഈ ക്ലൗഡ് ഇങ്ങനെ വരുന്നുണ്ട്. അവർക്ക് സാറ്റലൈറ്റിലും കാണാൻ പറ്റും, റഡാറിലും കാണാൻ പറ്റും. പക്ഷെ ഈ കുന്ന് എവിടെയാണെന്ന് ഇവർ അറിയണ്ടേ? അപ്പൊ കാലാവസ്ഥ പ്രവചിക്കുന്നവര് ഇതുപോലുള്ള കുറെ ഫീൽഡ് വർക്കുകളൊക്കെ നടത്തണം. അത് 1-2 സ്ഥലത്ത് പോരാ. നമ്മുടെ പിക്ചറിൽ കണ്ണൂരിന്റെ പകുതിയും കാസർഗോഡ് അതിൽ കിട്ടത്തില്ല. ആ റഡാർ പിക്ചറിൽ ഇല്ല, അതിന് റേഞ്ച് ഇല്ല. ദിസ് ഈസ് എ കണ്ടീഷൻ. പ്ലീസ് ബിലീവ് മീ. ഞാൻ സത്യമാണ് പറയുന്നത്. ആ റഡാറിൽ കാസർഗോഡിൽ വരുന്ന മേഘങ്ങൾ കിട്ടത്തില്ല. വലിയൊരു വെളിപ്പെടുത്തലായത്. അതിനൊരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ തിരുവനന്തപുരം ഉണ്ട്. പക്ഷെ തിരുവനന്തപുരത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മളവിടെ ഓറഞ്ച് ഒക്കെ അടിക്കുന്നതിനകത്ത് കാര്യമില്ല. അപ്പോ ഒരു കാര്യമില്ല. ബിക്കോസ് 14 ജില്ലയിലും അടിച്ചായിരുന്നു. ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. നമ്മളുടെ ഒരു തരത്തിലുള്ള കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക. ഞാൻ ഇവരിൽ 2 പേരിൽ വരുന്നു. മിസ്റ്റർ രാജു P. നായർ പറഞ്ഞ ആ ഒരു പോയിന്റ്, അദ്ദേഹം ഒരു പ്രോജക്റ്റ് ഇത് കൊടുത്തു. അറ്റ്ലീസ്റ്റ് നമുക്ക് മഴ പെയ്തിട്ടെങ്കിൽ അറിഞ്ഞാൽ നമുക്ക് പിന്നീട് പറയാലോ ഇവിടെയൊക്കെ മഴ പെയ്യുന്ന സ്ഥലമാണെന്ന്. അത് അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തു. ഐ കൺഗ്രാജുലേറ്റ് യു. എനിക്ക് ഒരു സല്യൂട്ട് ഞാൻ തരാണ്. ഇനി ഇദ്ദേഹം രാജു അബ്രഹാം, നമ്മൾ 10 വർഷം നമ്മളിവിടെ ഭരിച്ചു. 2018 നമുക്കൊരു പ്രളയം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ചെളിയും ഇതൊക്കെ വരുന്ന ആ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ദാറ്റ് വാസ് എ ഗുഡ് ജോബ്. ഐ കൺഗ്രാജുലേറ്റ് ദം ഓൾസോ. പക്ഷേ നമ്മൾ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് നമുക്ക് 3 അവസ്ഥയുണ്ട്. ഒന്ന് സെൻസേഷൻ അവസ്ഥയാണ്. അതായത് നമ്മൾ വിശക്കുമ്പോൾ നമ്മൾ കൊച്ചു പിള്ളേരാകുമ്പോൾ കരയും, അല്ലെങ്കിൽ പോയി ഭക്ഷണം എടുത്ത് തിന്നും. ശരിയല്ലേ?
അത് കഴിഞ്ഞിട്ട് പിന്നെ മൃഗങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഇത് സസ്യങ്ങളുടെ അവസ്ഥയാണ് ആദ്യത്തെ സെൻസേഷൻ. രണ്ടാമത്തെ മൃഗങ്ങളുടെ അവസ്ഥയാണ്. നമുക്ക് ഭക്ഷണം നമുക്ക് ഇനിയും കിട്ടാൻ വേണ്ടി നമ്മൾ ഭക്ഷണം ഉള്ള സ്ഥലത്ത് പോയി താമസിക്കും, മൈഗ്രേഷൻ. പിന്നെ മനുഷ്യനാണ് ഇതിനെല്ലാം കണ്ടിട്ട് അവൻ ആവശ്യമുള്ളതെല്ലാം അവൻ്റെ വീട്ടിൽ അവൻ സൃഷ്ടിക്കും. ഇനി നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, നമ്മൾ ഇപ്പോഴും സെൻസേഷണൽ സ്റ്റേജിലാണോ അതോ പെർസെപ്ഷണൽ സ്റ്റേജിലാണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. നമ്മൾ കോഗ്നിറ്റീവ് സ്റ്റേറ്റിലോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ 100 രാജ്യങ്ങൾ സന്ദർശിച്ച വ്യക്തിയാണ്. 100 രാജ്യങ്ങൾ 1988 മുതൽ ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ്. നമ്മൾ പറയുന്ന പൂർ കൺട്രീസ് എന്ന് പറയുന്ന ബ്രസീൽ. ആ ബ്രസീലിൽ ചെന്നാൽ പോലും നമ്മൾ ഇന്നത്തെ കേരളമല്ല അന്ന് ഞാൻ കണ്ട ബ്രസീൽ. ദേ വർ ഫാർ അഡ്വാൻസ്. താങ്കളെ വേണം. ബംഗ്ലാദേശ്